അത് ബഹറിനിൽ പോയി എന്റെ കണ്ണോട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനായിരുന്നല്ലോ ആളെന്ന്. അവരുടെ കൂടെ ജോലി ചെയ്യുന്ന നേഴ്സുമാർ പറഞ്ഞേക്കണം ഒരു ചെറിയ കോട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്, വഞ്ചി പൈസ ചെലവാക്കത്തില്ല. ഇവിടുന്ന് പോകുമ്പോഴേ എന്നോട് പറയും ഞാൻ BJP ചേരും, ഞാൻ RSS ചേരും, കാക്കമാർക്കിട്ടൊരു. കോട്ടയം ഭാഗത്ത് നടന്ന ഇരട്ട കൊലപാതകത്തെ പറ്റി ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ എങ്ങാനും വീഡിയോയെ ഇടുന്നതെന്ന്. എനിക്കിങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെ ഇട്ട് പോകുന്നത് ഇഷ്ടമല്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ കാണുമ്പം നമുക്ക് എന്തായാലും സംസാരിക്കണമെന്ന് തോന്നും. അപ്പം ഇത് നമ്മുടെ വിജയകുമാറിൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഓഡിയോയാണ്. ഇതിപ്പോൾ അത്യാവശ്യം എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഇത് റിലേറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു എല്ലാം കത്തി തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ആ സ്പോട്ടിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ വർക്കിന് പോയി ഒരു 7:45 വർക്കിന് പോയി രാത്രി 6 മണിക്ക് വരുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എല്ലാ ടോപ്പിക്കും അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം ഓഫീസിൽ ചെന്നാൽ പിന്നെ ഫുള്ള് എനിക്ക് തിരക്കാണ്. കണ്ടിന്യൂസ് സെഷനും ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങും അതും ഇതും അങ്ങനൊരു വീഡിയോ എടുക്കാനോ പീസ്ഫുള്ളായി എഡിറ്റ് ചെയ്യാനോ ഉള്ള ടൈമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് കുളിച്ചതാ ഇവിടെ ഇരിക്കുക, അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുക. ഇനിയിപ്പോൾ രാത്രി എപ്പോഴെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യും, രാവിലെ ആകുമ്പോൾ അപ്ലോഡ് ചെയ്യും. അപ്പം അതാണ് എൻ്റെ കണ്ടന്റുകളൊക്കെ വഴുകുന്നത്. പക്ഷെ വിജയകുമാറിൻ്റെ വിഷയം വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കണ്ട എന്നല്ല, ഈ വിഷയം എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി. ആദ്യം തന്നെ നമുക്ക് ഈ ക്ലിപ്പിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ പൊതുവേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ജീവിച്ചിരിക്കുമ്പം അയാളോട് നല്ലത് പറയില്ല, നന്മ ചെയ്യില്ല, മരിച്ചു കഴിഞ്ഞാലാണ് എല്ലാവരും ഇതൊക്കെ ചെയ്യുക എന്ന് പറയും. ഇവിടെ അതിന് ഓപ്പോസിറ്റാണ്. ജീവിച്ചിരിഞ്ഞപ്പോഴും സപ്പോർട്ടില്ല, മരിച്ചു കഴിഞ്ഞപ്പോൾ അതിലും വലിയ സപ്പോർട്ടില്ല. ഒരു മരിച്ച ഒരു വ്യക്തിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇവിടെ വന്നിപ്പോൾ ഈ ചേട്ടൻ പറയുന്നതിൽ ശരിയുണ്ടെങ്കിലും തെറ്റുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഈ ഒരു സമയം ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഈ പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ച് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലാണ്ട് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. വിജയകുമാർ എങ്ങനെയാ ചോദിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി മാത്രം പറഞ്ഞാൽ മതി. ഇത് അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കാലം സംസാരിക്കാണ്ട് ഇപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ഇതിനെക്കുറിച്ച് പറയണ്ടേ? നമുക്ക് ആദ്യം വീഡിയോ നോക്കാം. എങ്ങനെ ഈ ആസാം ഇങ്ങനെ കൊന്നെന്നുള്ള എനിക്ക് പിടികിട്ടാത്തത്. നല്ല ആരോഗ്യം ഉണ്ടെന്ന്, ഇപ്പോഴും നല്ല ആരോഗ്യമായിരുന്നു. ഇവിടുന്നൊക്കെ പോകുമ്പോൾ നല്ല സൂപ്പർ. പെണ്ണു വിഷയത്തിൽ ഭയങ്കര വീക്കാണ്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇവിടെ ബഹ്റിനിലൊക്കെ ആദ്യം തന്നെ പറയുന്നത് ആരോഗ്യത്തെ കുറിച്ചാണ്. അത് ശ്രദ്ധിച്ചോ അറിയാം. ഇവനെ എങ്ങനെ ഇവരെ കൊന്നു. ഒരു സുഹൃത്തിൻ്റെ ആത്മാർത്ഥമായ ഒരു ഡയലോഗായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഇത് തോന്നിയില്ല. കാരണം എൻ്റെ സുഹൃത്തിനാണ് ഇങ്ങനെ മരണപ്പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ടോണിലൊരു വ്യത്യാസം ഉണ്ടാവും. ഇത് ആ പെർട്ടിക്കുലർ വിജയകുമാറിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമുള്ള ഒരാൾ ചോദിക്കുന്നത് പോലെയാണ്. അത് ഈ സെയിം സാധനം നമ്മളും ചോദിച്ചിരുന്നു. കാരണം ഒരു അമിത് എന്ന് പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര സാഹസ്യമായി ഈ കാര്യങ്ങൾ ചെയ്യുക? അതിൻ്റെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അവർ ചെയ്തിട്ട് ഇവനൊരു ഡമ്മി ആക്കിയതാണോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ചേട്ടൻ ആദ്യം പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ വിഷയം പറഞ്ഞു. അതെന്താ നോക്കാം. പെണ്ണു വിഷയത്തിൽ ഭയങ്കര വീക്കാണ്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇവിടെ ബഹ്റിനിലൊക്കെ ഹോട്ടൽ തുടങ്ങിയത് തന്നെ ഈ കാര്യത്തിന് വേണ്ടിയാണ്. ഇതൊന്നും ആർക്കും അറിയത്തൊന്നുമില്ലെന്നേ. ആൾക്കാർ ചുമ്മാ എന്തെങ്കിലും കേട്ടു പറഞ്ഞു. ഇവിടെ ആയിരുന്നപ്പോഴും അവന് സൗദിയിൽ ഇത്രയും റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അവൻ അതിന്റെ വലിയ ആളായിരുന്നു. അവന് കുറെ നേഴ്സുമാരൊക്കെ പരിചയക്കാരുണ്ട്. അവന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലുള്ളവരെ എങ്ങനെയൊക്കെ പരിചയപ്പെടും. പിന്നെ ബഹ്റിനിലാണെങ്കിൽ ഇതുങ്ങളങ്ങ് നടക്കുകയാണല്ലോ ഇതിനു വേണ്ടി തന്നെ. ഒരു ഹോട്ടലിൽ കൊണ്ടു ഒരു ബാറും എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ട് വന്നു. ഇതിൽ ഈ പാട്ടില് പുള്ളിക്കാരൻ പറയുന്നത് എന്താന്ന് വെച്ചാല് വിജയകുമാർ ഒരു സ്ത്രീ ലംബടനാണ്. അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ കൂടുതലായിരുന്നു. ഹോട്ടൽ മുറികളിലൊക്കെ സ്ത്രീകളെ കൊണ്ടുപോയിരുന്നു. പിന്നെ ഭാര്യയുടെ ഫ്രണ്ട്സാണോ എന്താ അറിയില്ല, ഭാര്യ നേഴ്സാണല്ലോ, ഭാര്യയുടെ അവിടുത്തെ നേഴ്സുമാരുമായിട്ട് റിലേഷൻ ഉണ്ട്. അത് ഇത് എന്നൊക്കെയാണ് പറയുന്നത്. സൗദി പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്രത്തോളം റെസ്ട്രിക്ഷൻ ഉണ്ടായിട്ടും അവൻ പല കളികളും കളിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് ഈ ചേട്ടൻ ഇവിടെ വന്ന് പറയുന്നത്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇതിവിടെ പറയേണ്ട ആവശ്യം എന്താ? ആരെങ്കിലും ഒരാൾ നിങ്ങളെടുത്ത് ചോദിച്ചോ ഇയാൾക്ക് സ്ത്രീകളായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം? ആരെങ്കിലും ഒരാളെടുത്ത് ചോദിച്ചോ? ഇങ്ങനൊരു നെഗറ്റീവായൊരു കാര്യം ഈ മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യനെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്?
ആ കേസായി ബന്ധപ്പെട്ടിട്ടോ ആ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷന് സഹായിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് മരിച്ചതിൻ്റെ ഒരു വിഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയിക്കുന്നതിന് പകരം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു പുരുഷന് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും വൃത്തികെട്ട കാര്യമാണ് അവന് പെണ്ണുപിടിയായിരുന്നു എന്നുള്ള കാര്യം. അതിവിടെ വന്നിട്ട് ഇങ്ങനെ ഒച്ചയ്ക്ക് പറയുന്നതിൽ കൂടെ ഈ ചേട്ടൻ എന്താ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിജയകുമാർ ഡീസൻ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, അതെനിക്കറിയില്ല, അത് പുള്ളിക്ക് അറിയുന്ന കാര്യമാണ്, അറിയാത്ത കാര്യത്തെ പറ്റി പറയണ്ടല്ലോ. പക്ഷെ എന്തിനാണ് ഈ ചേട്ടൻ ഇതിവിടെ വന്ന് പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. ഒരിക്കലും എന്നെ കൊണ്ട് ദുബായ് കൊണ്ടുവന്ന അവന്റെ നമ്മുടെ സപ്ലൈസിനൊക്കെ പരിചയപ്പെടുത്തിയിട്ട് വന്നപ്പം ഫ്ലൈറ്റ് ബഹ്റിനിലോട്ട് ഞങ്ങൾ വന്നത്. അപ്പൊ ഈ ഹോട്ടലിൽ എന്നോട് നമുക്കിന്ന് ഹോട്ടലിലേക്ക് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോ അവൻ ആരാണ്ട് ഫോൺ ചെയ്തൊരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 3-4 പെമ്പിള്ളേരിങ്ങ് വന്നു. ഞാനവിടെ സോഫയിൽ ഇരിക്കുകയാണ്. ഒരു പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് സോഷ്യലാക്കണം എന്നെ. ഞാൻ പറഞ്ഞ് വിജയ എനിക്ക് പോകണം, എനിക്ക് വീട്ടിൽ പോകണം. കാരണം തൊട്ടടുത്ത അവിടെ ദമാമും ബഹറിനും തൊട്ടടുത്താ. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം. ഇന്ന് നീ ഇപ്പൊ പോകണ്ടെന്ന്, ഇന്ന് ഇവിടെ കിടക്കാം. നടക്കത്തില്ല. ഇത് ചേട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എന്തോ ഈ പുള്ളിക്കാരനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ച സമയത്ത് കുറച്ച് പെണ്ണുങ്ങളെ കൊണ്ടുപോയി കാണിച്ചു. എന്നിട്ട് എന്ന് വെച്ചാൽ പുള്ളീനെ ഹാപ്പി ആക്കാൻ പറഞ്ഞു. പുള്ളിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. വിജയകുമാർ നിർബന്ധിച്ചു. പറ്റൂല, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടൻ ഇറങ്ങിപ്പോയി. എനിക്ക് മനസ്സിലാവാത്തത് ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്. ഇനി വിജയകുമാർ ഉണ്ടെങ്കിൽ എൻ്റെ സത്യം കഥ കേട്ടേനെ. ഇപ്പം വിജയകുമാർ ഇല്ലല്ലോ, അപ്പം എന്ത് വിജയകുമാറിനെ പറ്റി പറയാലോ. ഒരാൾ മരിച്ചാൽ പോലും ഇങ്ങനത്തെ ഒക്കെ തോന്നിവാസം ചെയ്യുന്നതിന് എന്താ പറയണ്ടേ? അയാൾ ജീവിച്ചിരിക്കുന്ന സമയം ഇത് ചെയ്തുകൊണ്ടിരുന്ന ആ സമയം അയാളുടെ ഭാര്യയെയോ മക്കളെയോ വിളിച്ചറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ മാന്യാണ്, കൈ കൊട്ടേണ്ട ആൾ തന്നെയാണ്. കാരണം ഒരു ഭാര്യയും മക്കളും ഇരിക്കുക ഇങ്ങനത്തെ ഓരോ തോന്നിവാസ പരിപാടിക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കിട്ടണം. ഇത് മരിച്ച് മണ്ണോടടിഞ്ഞ് എന്നല്ലേ പറയാം, മണ്ണോടടിഞ്ഞ് എന്നാണ്, ഇതൊക്കെ കഴിഞ്ഞ് ഇയാളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഇതുമായിട്ട് തീരെ ബന്ധമില്ലാത്ത കോൺട്രവേഴ്സീസ് ഇവിടെ വന്ന് സംസാരിക്കുന്നു. ഇതിൻ്റെ ആവശ്യം എന്താ? ഇങ്ങനെ അമിത്തിൽ നിന്ന് വളഞ്ഞ് ആ കൊലപാതകം ചെയ്ത ആളുടെ അടുത്തോട്ട് നമ്മളിങ്ങനെ പോകുമ്പം ആ വഴി മെല്ലെ കട്ട് ചെയ്തിട്ട് എല്ലാവരെയും കുറച്ച് നേരം ഒരു മോശം രീതിയിൽ ചിന്തിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഐഡിയ ആണോ അത്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക. സത്യം പറയാം, ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കാണുക, എന്തിനാ ഇതിവിടെ പറഞ്ഞത്? എന്തെങ്കിലും വിഷയം ഉണ്ടായോ? വിജയകുമാർ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും കേസ് വന്നു, ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഇതിനു മുമ്പ് എന്തെങ്കിലും കേസ് ഉണ്ട്? ഇതൊന്നും ഇവിടെ കാണുന്നില്ല. അയാളെ ഭാര്യേനെയും കൊന്നു, അതിനൊരു ബംഗാളിനെ പിടിച്ചു. ഇവൻ ഒറ്റയ്ക്കാണോ ഇത് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു? പല ഗ്രൂപ്പ് എന്ന സംശയം തുടങ്ങി. ഇങ്ങനെ കേസ് വേറെ ഏതോ വഴിക്ക് പോകുമ്പോൾ വേറെ ഏതോ വഴിയിൽ നിന്ന് വന്നിട്ട് വേറെ എന്തൊക്കെയൊക്കെയോ പറയുന്ന ഒരു ചേട്ടൻ. പുള്ളീനെ മാന്യതയുടെ കളിവേഷം, എനിക്ക് തോൽപ്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു പോയി എന്നൊക്കെയാ പറയുന്നത്. അത് അവന്റെ സ്വഭാവമാണിത്. മരിച്ചുപോയ ആളാണ്, നമ്മൾ കുറ്റം പറയുന്നത് ശരിയല്ല. അവൻ ഡീൽ ചെയ്തിട്ടുള്ള പെണ്ണുങ്ങളുമായിട്ടൊന്നും എനിക്കത് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദമാമി നിന്ന ആളെ കൊണ്ടുപോയി ഞാൻ ഇന്ന ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ടൊക്കെ എന്നോട് പറയുമായിരുന്നു. അപ്പൊ ഞാനതിപ്പം വലിയ വീരവാദം അടിക്കുന്നതാണൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ബഹറിനിൽ പോയി എന്റെ കണ്ണോട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മരിച്ചുപോയ ആളാണ്, ഞാൻ കുറ്റം പറയുന്നത് ശരിയല്ല എന്നറിയാം അല്ലേ? എന്നിട്ടാണോ ഇങ്ങനത്തെ ഓരോ തോന്നിവാസം ചെയ്യുന്നത്, ഇങ്ങനത്തെ ഓരോ തോന്നിവാസം പറയുന്നത്? സത്യസന്ധമായി പറഞ്ഞ ഈ വിജയകുമാർ ആരാന്ന് പോലും എനിക്കറിയില്ല. ഈ മരണം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ന്യൂസ് കാണുന്നത്, ഈ ന്യൂസുമായി ബന്ധപ്പെട്ട് വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ കരുതണ്ട എൻ്റെ മാമൻ എങ്ങനെയാണോ വിജയകുമാർ. ഞാൻ ഈ വയനാടും അവനാ കോട്ടയം കിടക്കുന്ന 2 ആൾക്കാർ. പക്ഷെ ഇങ്ങനെ മരിച്ചു പോയ ഒരാളെ കുറിച്ചിട്ട് തീരെ ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്കിവിടെ പ്രശ്നം വരുന്നത്. അല്ലെ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു കാര്യമോ, അല്ലെ കേസ് പ്രൂവ് ചെയ്യാനുള്ള കാര്യമോ, അല്ലെ തൻ്റെ സുഹൃത്ത് മരിച്ചതിൽ വിഷമം പറയുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇറ്റ് വാസ് ഫൈൻ. അല്ലാണ്ട് ഇത്രയും വൃത്തികെട്ട അലിഗേഷൻ പറയുമ്പം ആ പെർട്ടിക്കുലർ സുഹൃത്തിൻ്റെ മെൻറ്റാലിറ്റി നിങ്ങളൊന്ന് ആലോചിക്കും. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ ഡെഫിനറ്റ്ലി ഐ നീഡ് യു ടു കമൻറ്റ്. ഞാൻ നോക്കട്ടെ എത്ര ആൾക്കാർക്ക് എൻ്റെ അതേ പോയിന്റ് ഓഫ് വ്യൂ ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ കേട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഇത്രേ പറയാനുള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ. ഒരു വലിയ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എനിക്കിതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടാവില്ല, അതുകൊണ്ട് വന്നത്.